ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഗ്രാമറിന്റെ ക്ലാസ് തന്നെയാണ്. ഗെറുണ്ട് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് വരുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. നമുക്കപ്പം നോക്കാം. ജെറുണ്ട് എന്ന് വെച്ചാൽ എന്താ? ജെറുണ്ട് ഈസ് ദാറ്റ് എ ഫോം ഓഫ് ദ വെർബ് വിച്ച് എൻഡ്സ് ഇൻ ing ആൻഡ് ആസ് ഫോഴ്സ് ഓഫ് എ നൗൺ. എന്ന് വെച്ചാൽ ലാസ്റ്റിൽ നമുക്ക് ing വെച്ചിട്ടുള്ള ഒരു സെന്റൻസ് വേർഡ്സ് വരുന്നതിനാണ് നമ്മൾ ജെറുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. സ്വിമ്മിങ്, ഇവിടെ നോക്കാം. സ്വിമ്മിങ്ങിൽ ലാസ്റ്റ് ing വരുന്നുണ്ട്. സ്വിമ്മിങ് ഈസ് എ ഗുഡ് ഫോർ ഹെൽത്ത്. സ്വിമ്മിങ്, നീന്തല് ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പൊ അതില് നൗൺ അത്. ഓക്കെ, എന്ന് വെച്ചാല് ആൻഡ് ആസ് ഫോഴ്സ്, ഇതിന് നൗണിന്റെ ഒരു ഇതും കൂടിയുണ്ട്, ഫോഴ്സ് ഓഫ് എ നൗൺ. ഈ സ്വിമ്മിങ് ഇൻ ദി റിവർ, അവൻ വെള്ളത്തിൽ നീന്തുവാണ്. അപ്പൊ അത് വരുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആ വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ജെറുണ്ടിന്റെയും പ്രസന്റ് പാർട്ടിസിപ്പിൾസിന്റെയും സ്പെല്ലിംഗ് ഒരുപോലെ ആണ്. ഇതിന്റെ സ്പെല്ലിംഗ് എല്ലാം ഒരുപോലെയാണ് വരുന്നത്. ഓക്കെ, അർത്ഥം കൊണ്ട് മാത്രമേ ജെറുണ്ടിനെയും പ്രസന്റ് പാർട്ടിസിപ്പിൾസിനെയും തിരിച്ചറിയാൻ കഴിയൂ. ഇതിന്റെ അർത്ഥം കൊണ്ട് മാത്രമാണ് നമുക്കത് തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ ഇതിന്റെ സ്പെല്ലിംഗ് എല്ലാം സെയിം ആയിട്ട് വരും. അതായത് ഇതിന്റെ മീനിങ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പോഴാണ് നമുക്ക് ഇതേതാന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നൗൺ ആണെങ്കിലും ജെറുണ്ട് നൗൺ അല്ലെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് നൗൺ ആവും, അല്ലെങ്കിൽ അത് പ്രസന്റ് പാർട്ടിസിപ്പൽ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ സെന്റൻസിൽ സ്വിമ്മിങ് എന്നത് ജെറുണ്ട് രണ്ടാമത്തെ സെന്റൻസിൽ സ്വിമ്മിങ് എന്നത് പ്രസന്റ് പാർട്ടിസിപ്പലും ആകുന്നു. ഒന്നാമത്തേൽ വരുന്നത് നമുക്ക് നൗണും രണ്ടാമത്തേൽ പ്രസന്റ് പാർട്ടിസിപ്പലും ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സബ്ജക്ട് ഓഫ് എ വെർബ്, വെർബിന്റെ ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അതായത് പുക വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്നത് സ്മോക്കിംഗിൽ ing ഉണ്ട്. റീഡിംഗ് ബുക്ക് ഈസ് എ ഗുഡ് ഹാബിറ്റ്, പുസ്തകം വായിക്കുന്നത് നല്ലൊരു ശീലമാണ്. പ്ലേയിങ് ക്രിക്കറ്റ് ഈസ് മൈ ഫേവറേറ്റ് പാസ് ടൈം, എന്ന് വെച്ചാൽ ക്രിക്കറ്റ് കളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോബിയാണ്. റണ്ണിങ് ഈസ് എ വെരി ഗുഡ് ഫോം ഓഫ് എക്സസൈസ്, ഓടുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഇതിലൊക്കെ ing വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത്, ഈ ഉദാഹരണങ്ങളിൽ സ്മോക്കിംഗ്, റീഡിംഗ്, പ്ലേയിങ്, റണ്ണിങ് എന്തായാലും ഈസ് എന്ന ക്രിയയുടെ സബ്ജക്റ്റ് ആണ്. ഈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിയയുടെ സബ്ജക്റ്റ് ആണ് ഇതിലെല്ലാത്തിലും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാത്തിലും സ്മോക്കിംഗ് ഈസ് വരുന്നുണ്ട്, റീഡിംഗ് ബുക്ക് ഈസ് വരുന്നുണ്ട്, പ്ലേയിങ് ക്രിക്കറ്റ് ഈസ്, റണ്ണിങ് ഈസ്, അങ്ങനെ ഈസ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിൽ വരുന്നുണ്ട് ഈ ഉദാഹരണത്തില്. ഒബ്ജക്റ്റ് ഓഫ് എ ട്രാൻസിറ്റീവ്, ഷീ തോട്ട് മീ കുക്കിംഗ്, അവൾ എന്നെ കുക്കിംഗ് പഠിപ്പിച്ചു. ഷീ ജസ്റ്റ് ലവ് കുക്കിംഗ്, അവൾക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. ഐ ലൈക്ക് റീഡിംഗ് നോവൽസ്, എനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്. ഐ ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ, എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ഇതിൽ വരുന്നത് ഈ ഉദാഹരണത്തിൽ കുക്കിംഗ്, റീഡിംഗ്, പ്ലേയിങ് എന്നിവ തോട്ട്, ലവ്, ലൈക്ക് എന്നീ ട്രാൻസിറ്റീവ് വെർബിന്റെ ഒബ്ജക്റ്റ് ആണ്. ഇതിൽ ലവ്, ലൈക്ക് അതൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഷീ തോട്ട് മീ കുക്കിംഗ്, അല്ലെങ്കിൽ ഷീ ലവ്സ് കുക്കിംഗ്. ഐ ലൈക്ക് റീഡിംഗ്, ഐ ലൈക്ക് പ്ലേയിങ് എന്നൊക്കെ ലൈക്കും ലവും ഒക്കെ വരുന്നുണ്ട്. ഒബ്ജക്റ്റ് ഓഫ് എ പ്രപ്പോസിഷൻ വരുമ്പോൾ എക്സാമ്പിൾ, ഐ ഹാവ് ആൻ ഓവർസീസ് ടു ഫിനിഷിംഗ്. ഓക്കെ, ഹി വാസ് അക്വേർഡ് ഓഫ് മർഡറിംഗ് ഹിസ് റിവൽ. ഐ ആം ഫൗണ്ട് ഓഫ് ഡ്രിങ്കിങ് കോഫി. ഐ ആം ടയേർഡ് ഓഫ് ഗിവിംഗ് യു ഗുഡ് അഡ്വൈസ്. ഇതിൽ വന്നിട്ട് ആദ്യത്തെ ഉദാഹരണത്തിൽ ടു എന്ന പ്രപ്പോസിഷന്റെ ഓബ്ജക്റ്റ് ആണ് വരുന്നത്. ആദ്യത്തിൽ വരുന്ന ടു വരുന്നുണ്ട്, അപ്പൊ അത് പ്രപ്പോസിഷന്റെ ഓബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഫിനിഷിംഗ്, അവസാനത്തെ 3 ഉദാഹരണങ്ങളിൽ മർഡറിംഗ്, ഡ്രിങ്കിങ്, ഗിവിംഗ് എന്നീ ഓഫ് എന്ന പ്രപ്പോസിഷന്റെ വരുന്നത്. അതിലെ 3ത്തിലും നമുക്ക് ഓഫ് വെച്ചിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ കോംപ്ലിമെന്റ് ഓഫ് എ വെർബ്, കോംപ്ലിമെന്റ് നോക്കാം. സീയിങ് ഈസ് ബിലീവിംഗ്, വാട്ട് വി നീഡ് ഈസ് ദി മേക്കിംഗ് ഓഫ് എ പ്ലാൻ, അവർ ഹോബി ഈസ് കുക്കിംഗ്. ഇതിൽ വരുന്നത് ഈ ഉദാഹരണത്തിൽ ബിലീവ്, മേക്കിംഗ്, കുക്കിംഗ് എന്നിവ ഈസിന്റെ കോംപ്ലിമെന്റ് ആണ്. ഈസി വെച്ചിട്ടുള്ള കോംപ്ലിമെന്റ് ആ വരുന്നത്. 3ലും നമുക്ക് ഈസി വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ജെറുൻസ്, റീഡിംഗ്, ഡ്രിങ്കിങ്, ഈറ്റിംഗ്, സ്വിമ്മിങ്
വാക്കിംഗ്, കുക്കിംഗ്, ആക്ടിങ്, കിസ്സിംഗ്, ബാത്തിങ്, ജമ്പിങ് ഇതെല്ലാം ing വെച്ചാണ് വരുന്നത്. ഓക്കെ, ജെറുണ്ട് ആർ യൂസ് ടു ഫോം കോമ്പൗണ്ട് നൗൺ ലൈക്ക് വാക്കിംഗ്, സ്റ്റിക്ക്. ഇതിപ്പോ എന്താ വെച്ചാൽ കോമ്പൗണ്ട് നൗൺ പോലെ ഫോം ചെയ്യും. വാക്കിങ്ങും സ്റ്റിക്കും നമുക്ക് വരുമ്പോൾ വാക്കിംഗ് സ്റ്റിക്ക് ആവും. പിന്നെ ഫ്രൈയിങ് പാൻ വരുമ്പോൾ ഫ്രൈയിങ് പാൻ, ഫെൻസിങ് സ്റ്റിക്ക് വരുമ്പോൾ ഫെൻസിങ് സ്റ്റിക്ക്. കളരിപ്പയറ്റിനുള്ള വടിയാണിത്. ഓക്കെ, റൈറ്റിംഗ് ടേബിൾ വരുമ്പോഴത്തേക്ക് റൈറ്റിംഗ് പ്ലസ് ടേബിൾ, റൈറ്റിംഗ് ഈക്വൽസ് ടേബിൾ ആണ് റൈറ്റിംഗ് ടേബിൾ. ഡാൻസിങ് ഗേൾ ആണ് ഡാൻസിങ് ഗേൾ വരുന്നത്. ഹണ്ടിങ് വിഷ് ആണ് നമുക്ക് ഹണ്ടിങ് വിഷ് വരുന്നത്. ഇപ്പോൾ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന ചാട്ടം. ഓക്കെ, ഇത് ഹണ്ടിങ് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്താണ് ജെറുണ്ടെന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ കാണാം. നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈയും പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എന്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അത് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനലായ കോമേഴ്സ് മാസ്റ്റർ 2024 എന്ന ചാനലുകൾ ഒന്ന് ഫോളോ ചെയ്യാം. അത് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആർക്കെങ്കിലും അക്കൗണ്ടൻസി അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. സോ അപ്പൊ നിങ്ങൾ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മാത്രം മതി. അപ്പോഴേ ഡീറ്റെയിൽസ് ഒക്കെ അപ്പം പറയുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് എന്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്റെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും see you.